Good morning to all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Good ma'am. morning, ma'am. Good morning, miss. Okay, good morning. Good morning, ma'am. Yeah, good Good morning. morning. Okay, good morning to all. Yeah, have you had your breakfast? Right, sure. Yes. 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 Yes, ma'am. Sure. Active ആണ്? Yes. Yeah, active ആണല്ലേ? Okay. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? How are you all? Fine, ma'am. Fine, ma'am. Yes, ma'am. Okay, Fine. Yeah. Okay. നമ്മള് ക്ലാസ്സിലേക്ക് പോവാൻ കേട്ടോ. Okay. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൗൺ പ്രോനൗൺ വേർബ് ഒക്കെ പഠിച്ചാണ്. കുറച്ച് നമ്മൾ ഇൻട്രാക്ഷൻ ചെയ്തു അല്ലെ, കോൺഫറൻസ് ടോക്കിൽ പ്രസന്റ് ചെയ്തു, സംസാരിച്ചു. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറ്റൂ. നൗൺ, ഇപ്പൊ നൗണിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, ബേസിക് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, പഠിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ? നൗൺ ആണെങ്കിലും പ്രോനൗൺ ആണെങ്കിലും കുറച്ചുകൂടി ഒരുപാട് ഇതിനെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ശരിക്കും പറയാനുള്ള ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ അതിനെക്കുറിച്ച് ഒരുപാട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ആസ് എ ടീച്ചർ ആണെങ്കിൽ ഇപ്പൊ ഇവിടെ HA, അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ലാതെ മോണ്ടിസോറി കോഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് എന്ന് പറയുമ്പോൾ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. കാരണം ടീച്ചേഴ്സ് ആയതുകൊണ്ട് അവർക്കെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. സോ ഞാൻ വേറൊരു ക്ലാസ്സിൽ HA ക്ലാസ്സിൽ ചോദിച്ചപ്പോൾ ഓരോരുത്തർ കുറച്ചുകൂടെ പഠിക്കണം മിസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോട് ഈ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞോളൂ കേട്ടോ. Yes, ma'am. അതായത് ഇപ്പൊ നൗൺ ആണെങ്കിലും പ്രോനൗൺ ആണെങ്കിലും ഒരുപാട് ടൈപ്സ് ഓഫ് നൗൺ ഉണ്ടും പ്രോനൗൺ ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ, യെസ് ഓർ നോ. മെജോറിറ്റി എന്താണ് പറയുന്നതനുസരിച്ചിട്ട് നമുക്ക് ക്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചാണ്. ഓക്കെ, അറിയണം. എന്താണ് അറിയണമെന്ന് പറയാൻ കാരണം എന്താ? കാരണം കമ്മ്യൂണിക്കേഷനിൽ അത് ആവശ്യമില്ല. പക്ഷെ എന്നാലും ഇത് അറിയണം എന്ന് പറയാൻ എന്താ റീസൺ എന്താ? അറിയാന്ന് പറയുന്ന റീസൺ എന്ന് വെച്ചാല് എന്നത്തേക്കും നമുക്ക് ആവശ്യമുള്ള കാര്യമാണല്ലോ. ഇപ്പൊ ഒരു ജോബിന് കയറി കഴിഞ്ഞാലും നമുക്ക് ഇംഗ്ലീഷ് അത്യാവശ്യമുള്ള കാര്യമാണ്. നന്നായിട്ട് അറിഞ്ഞിരിക്കുന്ന എന്തുകൊണ്ട് നല്ലതല്ലേ? ഓക്കെ ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് നോക്കാം, പഠിക്കാം. അപ്പൊ നൗൺ അല്ലെ, നൗൺ എന്താണ് ഞാൻ പറഞ്ഞു. എന്താണ് നെയിം അല്ലെ, നൗൺ ഇസ് എ നെയിം of a person, place, animals, name, anything, അല്ലെ, whatever. സോ ഒരു നെയിം ആണ് അല്ലെ നൗൺ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നൗൺ ഉണ്ട് കേട്ടോ. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നൗൺസ് ആണ്. മ്യൂട്ട് ചെയ്യാറല്ല, മ്യൂട്ട് പ്ലീസ്. ഓക്കെ, ഡിസ്റ്റർബൻസ് ഇല്ലാതെ എനിക്ക് ഓൾറെഡി കുറച്ച് ക്ലാസ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇന്ററാക്ട് ചെയ്ത ക്ലാസ് ഒക്കെ കുറച്ച് നല്ലത്. അതുകൊണ്ട് എല്ലാവരും മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നൗൺസ് അല്ലെ, ഏതൊക്കെയാണ് നൗൺസ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നൗൺസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം കേട്ടോ. നോട്ട് എടുത്തോളൂ കേട്ടോ. Take your notebook and write down the heading noun. And നൗണിനെ കുറിച്ച് എന്താണ് മനസ്സിലായത് അത് എഴുതിയിരിക്കുക ഫസ്റ്റ്. അതിനുശേഷം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നൗൺസ്, ദാറ്റ് ഈസ് ഇസാൾ എന്ന് പറയുന്നിരിക്കുക. ഓക്കെ, ജസ്റ്റ് 8 seconds. ഞാൻ നോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിങ്ങൾ എഴുതി വെക്കൂ എന്താണ് നൗൺ എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് എഴുതാം. അല്ലാതെ ഞാൻ പറയുന്ന ഡെഫിനിഷൻ തന്നെ എഴുതുന്ന ഒരു നിർബന്ധവും ഇല്ല. ഞാനത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കാം ഓൾറെഡി. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നൗണിനെ കുറിച്ച് മനസ്സിലായത് അത് എഴുതിയിരിക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന ഓരോ നൗണും നോട്ടിൽ എഴുതിയാൽ മതി. ഇത് കഴിഞ്ഞോ? ഇത് കഴിയുമ്പോൾ പറയണോ കേട്ടോ.
Okay. Yeah, the first one is proper noun. Okay, proper noun. Then common noun. ഓരോന്ന് എഴുതി വെക്കാം കേട്ടോ. അതേ നമ്പേഴ്സ് ഇട്ടിട്ട് ഓരോ nouns എഴുതി വെക്കാം. Proper noun, common noun, abstract noun. First one, proper noun, common noun, then abstract noun, collective noun, abstract noun, collective noun, then countable noun, uncountable noun. Okay. Yeah, the first one is proper noun. നോക്കി എഴുതൂട്ടോ, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ. നോക്കി എഴുതാം. First one is proper noun. And the second one is common noun. Proper noun, common noun. The third one, abstract noun. And the fourth one, collective noun. Okay, and the fifth and sixth one is the countable and uncountable noun. Countable noun and uncountable noun. Yeah, clear? Okay, clear, ready? ഇനി എന്താണ് proper noun? ഫസ്റ്റ് കേട്ടിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക, നോട്ടിൽ ആരും എഴുതണ്ട, ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ proper noun എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ നെയിം ആണ്, അതിത് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ചുറ്റും അല്ലെ, ചുറ്റുമുള്ള എല്ലാ വസ്തുക്കൾക്കും പേരുണ്ട്. ഓക്കെ, എല്ലാത്തിനും പേരുണ്ട് അല്ലെ. പൊളിറ്റിക്കൽ ആയിട്ട് കൊടുത്ത പേരാണെങ്കിലും കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണെങ്കിലും എല്ലാത്തിനും എന്താണ്, നെയിം ഉണ്ട്. നമുക്കിത് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. കോമണും ആൻഡ് പ്രോപ്പർ നോൺ ഇത് രണ്ടും കണക്ട് ചെയ്ത് ഞാൻ പറയാം. അതായത് ഇപ്പോ നമ്മൾ എല്ലാവരും, നമ്മൾ ആരാണ് ശരിക്കും, നമ്മുടെ ജെൻഡർ എന്താണ്? ജെൻഡർ എന്ന് പറയുമ്പോൾ കോമൺ നെയിമാണ്. ഏതൊരു പേര് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നൗൺ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പോ നമ്മൾ എല്ലാവരും ഏത് ജെൻഡറാ? ഫീമെയിൽ ജെൻഡർ ആണെന്ന് പറയാം അല്ലെ. ഫീമെയിൽ ഇസ് എ കോമൺ നെയിം. ഓക്കെ, ഫീമെയിൽ ഇസ് എ കോമൺ നെയിം. ആൻഡ് ഗേൾ, ബോയ് എന്നൊക്കെ പറയുന്ന കോമൺ നെയിം ആണ് അല്ലെ. സോ പെർട്ടിക്കുലർ ആയിട്ട് ഒരാളെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ ഗേൾ, ബോയ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ആളുടെ പേര് മെൻഷൻ ചെയ്യേണ്ടി വരും. ശരിയല്ലേ? ഒരു മീര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് നമ്മൾ പറയണമെങ്കിൽ മീര എന്ന് തന്നെ മെൻഷൻ ചെയ്താലേ മിരിയെ കുറിച്ചാണ് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ മീര എന്ന് പറയുന്നത് ഗേൾ ആണ് അല്ലെ. ഗേൾ എന്ന് പറയുന്നത് കോമൺ നെയിം ആണ്. സോ അതിൽ തന്നെ മീര എന്ന് പറയുമ്പോൾ അത് പെർട്ടിക്കുലർ നെയിം ആണ് അല്ലെ. മിരക്ക് ഒരു സ്പെസിഫിക്കേഷൻ അല്ലെ, സ്പെസിഫൈ ചെയ്തൊരു നെയിം ഉണ്ട്. സോ അതാണ് എന്ത്, മീര എന്ന് പറയുന്നത്. അപ്പൊ അതെന്തായിരിക്കും? പ്രോപ്പർ നൗൺ. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് നമ്മുടെ റോഡിലേക്ക് ഇറങ്ങി ഒരുപാട് ഷോപ്സ് അവൈലബിൾ ആണ് അല്ലെ. ഒരുപാട് ഷോപ്സ് ഉണ്ട്. അപ്പൊ ഒരുപാട് കടകൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞേ. കട അല്ലെ, ഷോപ്പ് എന്ന് പറയുന്ന ആ ഒരു നെയിം അത് എന്തായിരിക്കും? അപ്പോ കോമൺ ഓർ പ്രോപ്പർ? കോമൺ അല്ലേ? കോമൺ ആണ് കേട്ടോ, കോമൺ നെയിം ആണ്. കട എന്ന് പറയുന്നത് കോമൺ നെയിം ആണ്. ഷോപ്സ് അല്ലെ, അതിന് പെർട്ടിക്കുലർ. അപ്പൊ ഞാൻ ചോദിക്കാണ്, ഇപ്പൊ ഞാൻ പറയാണ് ഞാൻ കടയിൽ പോവാണ് കേട്ടോ എന്ന് പറയാണ്, നിങ്ങൾ ഓട്ടോമാറ്റിക്കാണ് ചോദിക്കും ഏത് കടയിലാണെന്ന് ചോദിക്കും. എന്താണ് ആനിമൽ കോമൺ അല്ലേ? എന്തോ ആനിമൽ
കോമൺ അല്ലേ? Yeah, കോമൺ നോൺ അല്ലേ? കോമൺ ആണ്. അനിമൽ കോമൺ ആണെങ്കിൽ അതിന്റെ പ്രോപ്പർ നൗൺ ഏതായിരിക്കും? ടൈഗർ, Animal പേര് എലിഫന്റ്. അനിമൽ കോമൺ ആണ്. മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, അനിമൽ കോമൺ ആണെങ്കിൽ ഓരോ പാർട്ടികളുടെ ഓരോ അനിമൽസ് ഉണ്ടല്ലോ അല്ലെ, ഡോഗ്, ടൈഗർ, ലയൺ എന്നൊക്കെ പറയുന്നത് എല്ലാം എന്താണ്? പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞു. ഒരു ഷോപ്പ് ഏത് ഷോപ്പിലെന്ന് ചോദിക്കുമ്പോ ആ ഷോപ്പിന്റെ പേര് നമ്മൾ പറയണം അല്ലെ. എല്ലാ കടകൾക്കും പേരുണ്ട്, ശരിയല്ലേ? അപ്പൊ അതെന്താണ്? പ്രോപ്പർ നൗൺ ആണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും പേരുണ്ട്, അത് പ്രോപ്പർ നൗൺ ആണ്. ഇനിയിപ്പോ ഡിസ്ട്രിക്ട് എടുക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ എന്താണ്? common name. കോമൺ നെയിം ആണ്. അപ്പൊ അതിന്റെ പ്രോപ്പർ നൗൺ ഏതായിരിക്കും? കാസർഗോഡ്. ഡിസ്ട്രിക്റ്റിന്റെ പേര്. District name. ഡിസ്ട്രിക്ട് നെയിം ആണ് പ്രോപ്പർ നൗൺ. കേരള, സോറി, Ma'am, അപ്പൊ തൃശ്ശൂർ എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, മാം ഗേൾ എന്ന് പറഞ്ഞാൽ കോമൺ നൗൺ ആണോ? ഗേൾ കോമൺ ആണ്. ഓക്കെ, അപ്പൊ കോമൺ ആൻഡ് പ്രോപ്പർ നൗൺ രണ്ടും ക്ലിയർ ആയോ? ഇത് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ കുറച്ച് സിമ്പിൾ ആയിരിക്കും. ഓക്കെ ആണ്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മനസ്സിലായെങ്കിൽ എന്താണ് പ്രോപ്പർ നൗൺ, എന്താണ് കോമൺ നൗൺ എന്ന് എനിക്ക് എന്നോട് പറയാം കേട്ടോ. പറയാം, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം വിത്ത് എക്സാമ്പിൾ. ഓക്കെ, ക്ലിയർ? എല്ലാവരും പറയാം. മനസ്സിലായ കാര്യങ്ങൾ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. നമ്മള് അത് പ്രസന്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, കുറച്ച് ക്ലിയർ ആണ്, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാം. അത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റൂ. അതുകൊണ്ടാണ് എല്ലാവരും പ്രസന്റ് ചെയ്യാം കേട്ടോ. ഇംഗ്ലീഷ് ഓർ മലയാളം ഏതാണെങ്കിലും ലാംഗ്വേജിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം പറഞ്ഞാൽ മതി. എക്സാമ്പിൾ വെച്ചിട്ട് പറയണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ ആരൊക്കെയാണ് പ്രസന്റ് ചെയ്യാം? പേര് ടെക്സ്റ്റ് ചെയ്യാണെങ്കിൽ കുറച്ച് എളുപ്പമാണ്. എനിക്ക് വിളിക്കാം അല്ലെങ്കിൽ ക്ലാഷ് വരും. അപ്പൊ പ്രസന്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ നിന്ന് പേര് ടെക്സ്റ്റ് ചെയ്യാം. മാക്സിമം എല്ലാവരും പ്രസന്റ് ചെയ്യും. നമുക്ക് സ്പീഡിൽ ക്ലാസ് പോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, സ്ലോവിൽ പോയാൽ മതി. ഓക്കെ, എത്രത്തോളം നമ്മൾ ക്ലാസ് എടുത്തു എന്നുള്ളതല്ല, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെ. വെറുതെ ഞാൻ ഒരുപാട് തിയറീസ് പറഞ്ഞു പോയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്കത് മനസ്സിലാവാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ, അപ്പൊ ഞാൻ ഈ പ്രസന്റ് ചെയ്യാൻ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല മാം. ഇല്ല. ഓക്കെ, അപ്പൊ പ്രസന്റ് ചെയ്യൂ. പേര് ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ട ആരും ടെക്സ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. I am going to bus. സുമ, Yes, I am Sorry. going to bus. This is common name. KSRTC is proper name. ക്ലിയർ ആയില്ലല്ലോ. I am going to bus. This is common name. ബസ്. ഓക്കെ, And bus name KSRTC is proper name. okay. So can you tell me about the proper noun and common noun in detail? Sorry, ma'am. Proper noun ne kurichum common noun ne kurichum explain ചെയ്ത് പറയാൻ പറ്റോ? എന്താണ് മനസ്സിലായെന്നുള്ളത്? ബസ് എന്ന് പറയുന്നത് കോമൺ നെയിം. ബസിന്റെ ഒരു പേരാണ് പ്രോപ്പർ നെയിം. Okay. Okay, Suma. Thank you. Who's next? മിസ്, കോമൺ നെയിം എന്നാൽ അത് മെയിൻലി യൂസ്ഡ് നെയിം, ബട്ട് പ്രോപ്പർ നൗൺ ഈസ് എ ഡിവിഷൻ ഓഫ് നെയിം. Okay. Ma'am, Meera is a girl. Meera is a proper noun and girl is a common noun. Yeah. Clear. Then who's next? മാം ശ്രേഷ്മ, നമ്മൾ പഠിച്ചത് നൗൺ ആണ്. നൗൺ ഈസ് യൂസ്ഡ് ആസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്. ഒരു ആളെ പേരോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേരോ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നൗണ് എന്ന് പറയുന്നത്. അതിൽ 6 തരം
നൗണുകളുണ്ട്. പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, അബ്സ്ട്രാക്ട് നൗൺ, കളക്റ്റീവ് നൗൺ, കൗണ്ടബിൾ നൗൺ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിച്ചത് പ്രോപ്പർ നൗൺ ആണ്. എല്ലാ സാധനത്തിനും ഒരു പെർട്ടിക്കുലർ നെയിം ഉണ്ടാവും. ചുറ്റുപാടുള്ള എല്ലാ വസ്തുവിനും ഒരു നെയിം ഉണ്ട്. അപ്പോ ഒരു ജെൻഡർ പറയുകയാണെങ്കിൽ ജെൻഡർ എന്ന് പറയുന്ന വാക്ക് ഇസ് എ കോമൺ നൗൺ. ഫീമെയിൽ ഈസ് എ കോമൺ നെയിം, ഗേൾ ഈസ് എ കോമൺ നെയിം. അറ്റ് ദ ടൈമിൽ ഒരു ഗേളിന്റെ പേര് പറഞ്ഞിട്ട് പറയുമ്പോൾ മീര എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് നെയിമാണ്. അപ്പൊ അതിനെ ഒരു പ്രോപ്പർ നൗൺ എന്നാണ് പറയുന്നത്. മീര എന്ന് പറയുന്ന പേര് ഒരു പ്രോപ്പർ നൗൺ ആണ്. പിന്നെ ഒരു ഷോപ്പാണ് പറയുന്നതെങ്കിൽ കട എന്ന് പറയുന്നത്, ഷോപ്പ് എന്ന് പറയുന്നത് ഒരു കോമൺ നെയിമാണ്. ആ ഷോപ്പിനുള്ള പേരിനെയാണ് നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ട് അതിനെ ഒരു പേര് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുമ്പോൾ അതിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇതേപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് അത് ഓക്കെ ആണ്, ഞാൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ആരാ പറയാ? മാം പറയട്ടെ. ഐ ആം ഗോയിങ് ടു എ ടീ ഷോപ്പ് എന്ന് പറയുന്ന ഒരു കോമൺ നൗൺ ആണ്. അതുപോലെ ആ ഒരു ഷോപ്പിന്റെ പേര് ഐ ആം ഗോയിങ് ടു കൃഷ്ണ ടീ സ്റ്റോൾ എന്ന് പറഞ്ഞ ആ ഒരു കൃഷ്ണ എന്നുള്ള ഒരു പേര് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, ഇനി ആരും പറയുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഇവർക്ക് മനസ്സിലായോ ഇന്നടുത്ത പ്രോപ്പർ ആൻഡ് കോമൺ നൗൺ രണ്ട് ക്ലിയർ ആണോ? Yes, ma'am. ക്ലിയർ ആണ്. Okay, so proper nouns are special names or vertical names we use to talk about specific people, place, things or organization. Okay, and example, Maya, alle, endu parayam, Maya parayam. Or names parayam, like Ernakulam, Thrissur, language aanengil Malayalam, English, Tamil. Idhukku endana proper noun aanu. And a common noun is a type of a noun that refers to generic or non-specific people, place, things, or ideas. Okay, we use the name commonly, so that is common noun. And country, state, city, town, village, then district, girl, boy, king, queue, other things. So that is common name examples. Yeah. ഇംഗ്ലീഷിൽ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാതെ വീണ്ടും പറയാണ്, ഇംഗ്ലീഷ് ഡെഫിനിഷൻ എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായത് എന്താണോ അത് എഴുതുന്നത് ഏറ്റവും ബെറ്റർ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഡെഫിനിഷൻ കാണുമ്പോൾ മനസ്സിലാവണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് പ്രോപ്പർ ആൻഡ് കോമൺ നൗണിനെ കുറിച്ച് എഴുതിക്കോളൂ കേട്ടോ. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാം, മലയാളം എഴുതാം, പക്ഷെ നിങ്ങൾക്ക് ആ നോട്ട് കണ്ടാൽ മനസ്സിലാവണം. ആ രീതിയിൽ വേണം എഴുതാൻ. ഓക്കെ, സോ ടേക്ക് യുവർ ടൈം ടു റൈറ്റ് ഔട്ട് ദി നൗൺ. എഴുതി കഴിയുമ്പോൾ പറയാം. ഓക്കെ, നോട്ട്സ് ക്ലിയർ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ ആണല്ലോ? എഴുതി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. മാം പ്രോപ്പർ നൗണിലെ എക്സാമ്പിൾ കൊടുത്തില്ലേ, ഹി വാസ് ബോൺ ഇൻ ഇംഗ്ലണ്ട്. അത് കോമൺ നൗണിലല്ലേ പറയുന്നത്? പ്ലേസസ്, കൺട്രീസ് ഒക്കെ വരുന്നത് കോമണിലാണെന്ന്. അപ്പൊ അതിലെങ്ങനെയാ പ്രോപ്പർ നൗണിൽ ആ ഒരു എക്സാമ്പിൾ വരുന്നത്? കൺട്രി, ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു കൺട്രി ആണല്ലോ അല്ലെ?
കൺട്രി എന്ന് പറയുന്നത് കോമൺ നെയിം ആണ്. അതെ, So, കൺട്രി ആണ് കോമൺ നെയിം. ആ, അപ്പൊ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കൺട്രി എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ പ്രോപ്പർ നൗൺ അല്ലേ? അല്ലെ? ഏതൊക്കെ കൺട്രിയുടെ പേര് പറയുമ്പോൾ അത് പ്രോപ്പർ നൗണില് വരുവാ? ആ, കൺട്രിയുടെ പേര് പറയുമ്പോൾ പ്രോപ്പർ നൗൺ. ഓക്കെ ഓക്കെ. നമ്മളിപ്പോ ചോദിക്കുകയാണെങ്കിൽ കൺട്രി എന്ന് പറയുമ്പോൾ ഒരുപാട് കൺട്രി ഉണ്ട്. അപ്പൊ അതിന് പർട്ടിക്കുലർ നെയിം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലിയർ ആയി? ഓക്കെ മാം, ക്ലിയർ ആയി. ഓക്കെ, കഴിഞ്ഞു. കുറച്ചേരം കഴിഞ്ഞല്ലോ. ഓക്കെ, കഴിഞ്ഞോ? പറഞ്ഞോട്ടെ, നെക്സ്റ്റ് പറയട്ടെ. Okay, ma'am. Okay. Then abstract noun and collective noun. Okay. First abstract noun. Abstract noun means നമുക്ക് ഒരുപാട് 5 സെൻസ് ഉണ്ട് അല്ലേ? സോ 5 സെൻസ് കൊണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് നൗൺസ് ഉണ്ട്. അതാണ് ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈഗോ. ഈഗോ എന്താ? ഈഗോ എന്താ അറിയാം അല്ലെ? ആ വേർഡ് നിങ്ങൾക്ക് അറിയാം, ഫെമിലിയർ ആണ്. പക്ഷെ നിങ്ങൾക്ക് നമ്മുടെ 5 സെൻസ് കൊണ്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? പെൻ എങ്ങനെയാ? പെൻ ഒരു ഇമേജ് വരുന്നുണ്ടല്ലേ? നമുക്ക് നമ്മുടെ മൈൻഡിൽ ഒരു ഇമേജ് വരുന്നുണ്ട് പെൻ എന്ന് പറയുമ്പോൾ. എന്താണ് പെൻ എന്ന് അറിയാം. ഈഗോ അറിയോ? നോ. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പോ ദാറ്റ് കൈൻഡ്സ് ഓഫ് നെയിംസ് ഉണ്ടല്ലോ. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയണേ, ഫ്രീഡം. ഫ്രീഡം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേർഡ് തിങ്കല്ലോ അല്ലെ? തിങ്കല്ല കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സാധാരണ നമുക്കിത് ആ വേർഡ് അറിയാം, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ കാണാനോ കേൾക്കാനോ ടച്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. ശരിയല്ലേ? നിങ്ങൾ ചിന്തിക്കുമ്പോൾ ആ പേര് മാത്രം ഓർക്കാം. ഓക്കെ, ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതാണ് നമ്മൾ ഡിഫറെന്റ് ടൈംസിൽ പറയുന്നത്. ഇപ്പോ ബുക്ക്. ബുക്ക് എന്ന് പറയുമ്പോൾ ഏത് നൗണിൽ പെടും? ബുക്ക്. കോമൺ നൗൺ. കോമൺ നൗൺ. Common noun. കോമൺ നൗൺ ആണ്. ഓക്കെ ഓക്കെ. ആൻഡ് യെല്ലോ കളർ ബുക്ക്. പ്രോപ്പർ നൗൺ. Yellow is proper name. പ്രോപ്പർ നൗൺ. പ്രോപ്പർ ആണ്. അത് അറിയാം, ആ വേർഡ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്, എന്താണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ? ചൈൽഡ്ഹുഡ്. ചൈൽഡ്ഹുഡ് എന്താ? അബ്സ്ട്രാക്ട് നൗൺ. അബ്സ്ട്രാക്ട് ആണ് കേട്ടോ. അറിയാം, നമുക്ക് അവരോട് ഫെമിലിയർ ആണ്. പക്ഷെ നമ്മൾ എന്തായാലും അത് ഒബ്സർവ് ചെയ്തിട്ടില്ല അല്ലെ? നമ്മുടെ 5 സെൻസ് അറിയിക്കാൻ ഒബ്സർവ് 5 സെൻസ്. ഓക്കെ, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് നെയിംസ് ഉണ്ട്. അതൊക്കെ എന്താണ്? അബ്സ്ട്രാക്ട് നൗണില് പെടുന്നതാണ്. ഓക്കെ, ക്ലിയർ? കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ ആബ്സ്ട്രാക്ട് നൗണിന് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും പറയില്ല, സംസാരിക്കണില്ല, പറയണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ടെക്സ്റ്റ് ചെയ്യാം, ഓൾറെഡി പറയാൻ പറ്റുന്നത് പറയാം. എല്ലാവരും പറയാം. ഓക്കെ, എന്തോ? സാഡ്. സാഡ് Dream. കേട്ടില്ല? Dream. Dream. Okay. Knowledge. Love. Love. Okay. Like truth. Yeah. Okay. Freedom. Trust. Pleasure. Yeah. Correct. Pleasure.
Hold on. Yeah. Okay. Happy. Diligent, pain, feelings. Yeah. Okay, clear. About abstract noun മനസ്സിലായല്ലോ. An abstract noun is a noun that refers to something non-physical, something spiritual that you can perceive directly with your sense. Yeah, friendship, faith, correct and അപ്പൊ ക്ലിയർ ആയല്ലോ abstract noun എന്താണ്? എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് abstract noun എന്ന് കേട്ട് കഴിഞ്ഞാൽ അറിയണം. Yeah, temperature, correct. നമ്മള് നോക്കുന്നത് നെയിം ആണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നെയിംസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നെയിമിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. മൈൻഡ്. ഓക്കെ, ക്ലിയർ? ഓക്കെ ആണ്, മനസ്സിലായല്ലോ? ഈ 3 നൗണും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോ ആബ്സ്ട്രാക്ട് നൗണ് നോട്ട് ചെയ്തോളൂ കേട്ടോ. മനസ്സിലായത് എന്താണ്? എക്സാമ്പിൾ ഇപ്പൊ പറഞ്ഞ എല്ലാ എക്സാമ്പിൾസും നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഹൗസ് കോമൺ നൗൺ ആണല്ലോ, കോമൺ ആണ് കേട്ടോ. ഹൗസിൽ പല ടൈപ്സ് ഓഫ് ഹൗസ് ഉണ്ടല്ലോ. ഹൗസ് കോമൺ. Motherhood, yeah. Okay, കഴിഞ്ഞോ? Yeah, abstract ആണ് കേട്ടോ. മിസ് ഗേൾഫ്രണ്ട് പ്രോപ്പർ നൗൺ ആണോ? ഗേൾഫ്രണ്ട്, യാ, ഫ്രണ്ടിലെ ഗേൾഫ്രണ്ട് പ്രോപ്പർ ആണ്. പ്രൗഡ്, യാ, അക്ഷരമാണ് പ്രൗഡ്. Okay, is it finished? Yeah. So moving on the next noun is a collective noun. Collective noun refers to a single word that represent a group of individuals, animals, places, things, ideas, or objects. Okay, there are lots of collective nouns. അതായത് നമ്മള് ഒരു കൂട്ടം അല്ലെ ഗ്രൂപ്പ് ഓഫ് നൗൺസിനെ വിളിക്കുന്ന ഒരു പേരാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ആരാണ്? സ്റ്റുഡൻസ് ആണല്ലേ? ശരിയല്ലേ? സ്റ്റുഡൻസ് ആണ്. അത് കളക്റ്റീവ് നൗൺ അല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു കൂട്ടം സ്റ്റുഡൻസ് എവിടെയാണ്? ക്ലാസ്സിലാണ് അല്ലെ? So class is a collective noun. Okay, a single word that represents or refers to a group of individuals, animals, places, things, ideas, or objects. Okay, ഒരു കൂട്ടം സ്റ്റുഡൻസ് എവിടെയാ? ക്ലാസ്സിലാണ്. അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ്
പ്ലെയേഴ്സിന് നമ്മൾ എന്താ പറയാ? ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സ്. collective, ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സിന് ഒരു പെർട്ടിക്കുലർ നെയിം ഉണ്ട്. എന്താണ്? Team. സംഘം, ടീമാണ്, ടീം അല്ലെ? ഒരു കൂട്ടം പ്ലെയേഴ്സിനെയാണ് നമ്മൾ ടീം എന്ന് പറയും അല്ലെ? സോ ടീം ഇസ് എ കളക്റ്റീവ് നൗൺ. ടീം ഇസ് എ കളക്റ്റീവ് നൗൺ. ആൻഡ് പിന്നെന്താ? ഗ്രൂപ്പ് ഓഫ് ഷിപ്പ്. Forest. എന്തോ? Forest. ഫോറസ്റ്റോ? ഫോറസ്റ്റ് എങ്ങനെയാ വരാ? മാം ഫാമിലി. ഫാമിലി is a collective group of members ആണ്. ഫാമിലി is a collective. ക്രൗഡ്, ക്രൗഡ് കറക്റ്റ് ആണ് കേട്ടോ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് ക്രൗഡ് എന്ന് പറയുന്നത്. സൂ, ഗ്രൂപ്പ് ഓഫ് അനിമൽസ് ഉള്ളത് സൂ ആണ്. ടീച്ചേഴ്സ്, ടീച്ചേഴ്സ് വരില്ല കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ കമ്മിറ്റി ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആണ് അല്ലെ? കമ്മിറ്റി. സ്റ്റുഡന്റ് വരില്ല. പിന്നെ ജൂറി, ജഡ്ജസ്, ഇതൊക്കെ ജൂറി എന്ന് പറയുമ്പോ ഗ്രൂപ്പ് ഓഫ് ജഡ്ജസിനെ പറയുന്നത് ജൂറി. ഓക്കെ, ഇത്രയും നമ്മൾ പഠിച്ചത് വില്ലേജ് വരില്ല, പാനല് കുഴപ്പമുണ്ടാവില്ല. ഇത്രയും നമ്മൾ പഠിച്ചത് അബ്സ്ട്രാക്ട് നൗൺ വരെ നമ്മൾ പഠിച്ചത് മനസ്സിലാക്കി പഠിക്കാം കുറെയൊക്കെ അല്ലെ? നമ്മുടെ സെൻസ് വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ കളക്റ്റീവ് നൗൺ അങ്ങനെയല്ല കേട്ടോ. കളക്റ്റീവ് നൗൺ നമുക്ക് പഠിക്കണം. ഒരുപാട് കളക്റ്റീവ് നൗൺ ഉണ്ട്, ഒരുപാട്. ഗ്രൂപ്പ് ഓഫ് ഷിപ്പ്, ഒരു കൂട്ടം കപ്പലുകൾ അല്ലെങ്കിൽ ബോട്ടുകൾ ഒക്കെ പറയുകയാണെങ്കിൽ അതിനെ ഫ്ലോട്ട് എന്നാ പറയും. ഓക്കെ, സോറി, ഫ്ലീറ്റ് എന്നാ പറയും. ഗ്യാങ് പറയും. ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന് ഗ്യാങ് എന്ന് പറയും. ഗാർഡൻ പറയും. ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്, ഗാർഡൻ. ഹോസ്പിറ്റലൊക്കെ ശരി, ക്രിട്ടിക്കലായിട്ടൊക്കെ ചോദിക്കില്ല കേട്ടോ. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് ഷിപ്പ് ഫ്ലീറ്റ് ആണെന്ന് പറഞ്ഞു. ഗ്രൂപ്പ് ഓഫ് ബേർഡ്സിനെ പറയുന്നത് ഫ്ലോക്ക് ആണ്. അങ്ങനെ ഒരുപാട്. അപ്പൊ ഫ്ലീറ്റ്, ഫ്ലോക്ക്, കമ്മിറ്റി, ക്ലാസ്, ടീം, ഗ്യാങ്, ഇതൊക്കെ എന്താണ്? കളക്റ്റീവ് നൗണിൽ പെടുന്നതാണ്. മനസ്സിലായോ? അപ്പൊ കുറച്ച് ഇതേപോലത്തെ കുറച്ച് വേർഡ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, ആബ്സ്ട്രാക്ട് നൗണിൽ നോട്ട് എഴുതും കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായത് എന്താണ്? അത് ആബ്സ്ട്രാക്ട് അല്ല, കളക്റ്റീവ് നൗണിൽ നോട്ട് എഴുതും. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നോട്ട് എഴുതും. ഓക്കെ,
ഓക്കെ, കംപ്ലീറ്റ് ആയോ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ കുറച്ച് കളക്റ്റീവ് നൗൺസ് ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്തിട്ട് വരണം കേട്ടോ. നമ്മളൊന്ന് റെഫർ ചെയ്യാം, നോക്കിയിട്ട് വരും. ഓക്കെ, ഇനിയിപ്പോ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നോൺ എന്താണ്, നൗൺസിന്റെ കൈൻഡ്സ് ഓഫ് നൗൺസ് ഒക്കെ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ അതിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി കുറച്ച് ഡീപ്പായിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സെർച്ച് ചെയ്യാം കേട്ടോ. യൂട്യൂബിലോ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് അറിയാൻ പറ്റും. എന്തായാലും നിങ്ങൾ പഠിക്കുകയാണ്, ഗ്രാമർ നിങ്ങൾ ഫസ്റ്റ് പോയി പഠിക്കുകയാണ്. അപ്പൊ കുറച്ചുകൂടി കാര്യമായിട്ട് അറിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അത് നന്നായിട്ട് റെഫർ ചെയ്യാം. ഈ ക്ലാസ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ ക്ലാസ്സിൽ കുറച്ച് അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്. എന്നാലും ഒരുപാട് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ സെർച്ച് ചെയ്യുക. അതൊക്കെ എഴുതി നോട്ടിൽ എഴുതി വെക്കുക. കൂടുതൽ കളക്റ്റീവ് നൗൺ കൂടെ കാര്യമായിട്ടൊക്കെ നോക്കുക. ഒരുപാട് കളക്റ്റീവ് നൗൺസ് പഠിക്കാനുണ്ട്. നിങ്ങൾ എല്ലാവരും PSC എഴുതുന്നവരാണോ? PSC എക്സാം എഴുതുന്നവരാണോ? എഴുതുന്നുണ്ടോ? കുറച്ചുള്ളവരോ? രണ്ടുപേരേ ഉള്ളോ? ബാക്കി എഴുതുന്നില്ല? ഓക്കെ, അപ്പൊ എഴുതുന്നവർക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഈ നോട്ട്സ് എല്ലാം യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ എല്ലാവരും നോക്കി വെക്കുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ക്ലിയർ? ഓക്കെ, ദെൻ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ നോക്കാം. അപ്പൊ ഒരുപാട് നൗൺ അറിയാം അല്ലെ? നമുക്ക് ചുറ്റുള്ള എല്ലാത്തിന്റെയും പേരുകളെല്ലാം നൗൺ ആണെന്ന് അറിയാം. അപ്പൊ അതിൽ തന്നെ നമുക്ക് എണ്ണാൻ പറ്റുന്നതും എണ്ണാൻ പറ്റാത്തതുമായ നൗൺസ് ഉണ്ട്. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റുന്നതും എണ്ണാൻ പറ്റാത്തതായിട്ട് തോന്നും അല്ലെ? അപ്പൊ അതൊക്കെയാണ് എന്ത്? കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. പേര് കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. കൗണ്ടബിൾ മീൻസ് ക്യാൻ ബി കൗണ്ടഡ്. സോ അൺകൗണ്ടബിൾ എന്താണ്? കനോട്ട് ബി കൗണ്ടഡ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് എണ്ണാൻ പറ്റും, മറ്റെണ്ണാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ ഇസ് എ കൗണ്ടബിൾ ഓർ അൺകൗണ്ടബിൾ നൗൺ? അൺകൗണ്ടബിൾ. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ? ക്യാൻ counted. So water is an uncountable noun. Okay, and money It's a countable. Countable now. Countable. countable ആണ്. Sure ആണോ? Yes, ma'am. Yes, ma'am. Yes, Sure. ma'am. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ മണി ഏത് നൗൺ ആണെന്ന് നോക്കിയിട്ട് വരും. കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ നോക്കിയിട്ട് വരും. ഇനിയിപ്പോ സപ്പോസ് അത് അൺകൗണ്ടബിൾ ആണെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ റീസൺ എന്താണെന്ന് നോക്കിയിട്ട് വരണം. ഓക്കെ, മറക്കാൻ പാടില്ല. ഓക്കെ, ക്ലിയർ? Okay, ma'am. Yeah. And then book countable or uncountable? Countable. No, uncountable. Book countable. Countable അല്ലേ മാം അത്? Countable ആണ്. Countable ആണ്. Countable ആണ്. Yeah. And then sugar? Uncountable. Countable. Uncountable. Okay. Salt. Clear. Salt, ma'am. Yeah, salt. Uncountable. അപ്പൊ ഇത്രയും എല്ലാം മനസ്സിലായി. പ്രോപ്പർ, കോമൺ, ആബ്സ്ട്രാക്ട്, കളക്റ്റീവ്, കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. ഇതെല്ലാം ക്ലിയർ ആണ്. Here is also a uncountable noun. ഓക്കെ, ഇതിൽ കളക്റ്റീവ് ആണ് കുറച്ചുകൂടെ കൺഫ്യൂസിങ്ങും പഠിച്ചാൽ മാത്രം കിട്ടുന്നത്. ബാക്കി എല്ലാ നൗൺസും നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും അല്ലെ? നമുക്ക് അത്യാവശ്യം സെൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എല്ലാ നൗൺസും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യൂ, അത് നോട്ട് എഴുതട്ടോ. കൗണ്ടബിളിനും അൺകൗണ്ടബിളിനും നോട്ട് എഴുതും. നോട്ട് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും. മിസ് ഫിംഗർ കൗണ്ടബിൾ ആണോ? ഫിംഗറോ? ആ, ഫിംഗർ എന്താ ശരി? Countable ആണ്. ഓക്കെ, എന്നെ കൺഫ്യൂസിങ് ആക്കരുത് കേട്ടോ. ഞാനൊക്കെ അത്രയും Miss, money uncountable അല്ലേ? മണി അൺകൗണ്ടബിൾ ആണ്.
അതിന്റെ റീസൺ ഒക്കെ നോക്കിയിട്ട് വരണം കേട്ടോ. കാരണം എല്ലാ ക്ലാസ്സിലും കൺഫ്യൂസിംഗ് ആയ ഒരു ടോപ്പിക് ആണ് മണി കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്നുള്ളത്. അൺകൗണ്ടബിൾ ആണെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും എന്താ മിസ് ഇത് അൺകൗണ്ടബിൾ എന്താണെന്ന് ചോദിക്കും. സോ റീസൺ കൊണ്ട് കണ്ടിട്ട് വരും എല്ലാവരും. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ. Then നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യൂ കേട്ടോ. അൺകൗണ്ടബിൾ നൗൺ വരെയുള്ള നോട്ട്സ് കംപ്ലീറ്റ് ആയിരിക്കണം. മാം മണി എന്ന് പറയുന്നത് ഒരു വാല്യൂ അല്ലേ? എന്തോ മണി എന്ന് പറയുന്നത് ഒരു വാല്യൂ അല്ലേ? കോയിനും നോട്ടും കറൻസിയും ഒക്കെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. മണി എന്ന് പറയുന്നത് അതൊരു വാല്യൂ ആണെന്ന് തോന്നുന്നു. അതെ, വാല്യൂ ആണ്. നമ്മളിപ്പോ എന്താണ് 1 മണി 2 മണി ഇതൊന്നും കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. കുറച്ച് പൈസ സം മണി കൗണ്ട് ചെയ്യാൻ പറ്റും. കോയിൻസ് കൗണ്ട് ചെയ്യാം, കറൻസി കൗണ്ട് ചെയ്യാം, നോട്ട്സ് കൗണ്ട് ചെയ്യാം. സോ മണി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. അതുകൊണ്ടാണ് അൺകൗണ്ടബിൾ ആണെന്ന് പറയാൻ കാരണം. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു കൗണ്ടബിൾ ആണല്ലോ എന്ന് വിചാരിക്കും. ഓക്കെ. സോ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒന്നോട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് ഒന്ന് എല്ലാവരും പ്രസന്റ് ചെയ്യൂ. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. ഓക്കെ ആണ്? അപ്പൊ ക്ലാസ് ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഇതിലുണ്ടോ? ഓക്കെ. ഇത് പക്ഷേ കമ്മ്യൂണിക്കേഷൻ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അല്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയാണ് ആവശ്യമൊന്നുമില്ല, എന്നാലും അറിഞ്ഞിരിക്കുന്നതാണ്. നമുക്ക് എപ്പോഴും അറിവുകൾ എപ്പോഴും നല്ലതാണ് അല്ലെ. അതിനെ കുറിച്ചാണെങ്കിലും എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് മക്കളെയും പഠിപ്പിക്കാം അല്ലേ. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതല്ലേ? അതെ അതെ. ചില ക്ലാസ്സിൽ എല്ലാവർക്കും ഇങ്ങനെ ഇപ്പോ നമുക്ക് സ്കിൽ, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് മാത്രം മതി എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫൈ ചെയ്ത് നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ നിങ്ങൾ ചോദിച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതായത് വെറുതെ മനസ്സിലായിട്ട് നിങ്ങൾ പറയും മിസ് നിങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് അത് സംസാരിക്കാൻ വേണ്ടി അത് മാത്രം പോരെ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. നല്ലതാണ്, നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതുകൊണ്ട്. ഓക്കെ. അപ്പോ ഇനി എല്ലാം അങ്ങോട്ട് പഠിപ്പിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം എന്നാണോ? ആണോ? അതെ മാം. ഓക്കെ, ക്ലിയർ. അപ്പൊ നൗൺ കംപ്ലീറ്റ് ആയിട്ടോ. നൗണിനെ കുറിച്ച് ഇത്രയും എനിക്ക് പറയാനുണ്ട്. ദെൻ പ്രോണൗൺ ആണ്. പ്രോണൗണും ഒരുപാടുണ്ട്, അത് പഠിക്കണോ? 9 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് ഉണ്ട്. ഓക്കെ, അത് പറയണം. ഓക്കെ, അവസാനം മിസ് ഒരുപാട് പഠിപ്പിച്ചു എന്ന് പറയരുത് കേട്ടോ. ഇല്ല മാം. എല്ലാവർക്കും ഓക്കെ ആണോ? പറയൂ. ഈ ആബ്സ്ട്രാക്ട് നൗൺ ഒക്കെ അൺകൗണ്ടബിൾ ആണ് കേട്ടോ. കറക്റ്റ് ആണ്. ആബ്സ്ട്രാക്ട് നൗൺ ഒക്കെ അൺകൗണ്ടബിൾ ആണ്. നമുക്ക് ഈ നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ, അതായത് ഇപ്പോ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞല്ലോ അല്ലെ. അൺകൗണ്ടബിൾ നൗൺസ് നമുക്ക് കുറച്ച് കൗണ്ടബിൾ ആക്കാൻ പറ്റും.
അത്യാവശ്യം കുറച്ച് നമ്മുടെ കുറച്ച് ഫ്രേസ് യൂസ് ചെയ്തിട്ട് കുറച്ച് വേർഡ്സ് യൂസ് ചെയ്താല് നമുക്ക് അതെന്താണ് അൺകൗണ്ടബിളിനെ കൗണ്ടബിൾ ആക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഡ്വൈസ്. അഡ്വൈസ് എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ് അല്ലെ. അഡ്വൈസ് ഉപദേശം അൺകൗണ്ടബിൾ ആണ്. സോ ആ വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആബ്സ്ട്രാക്ട് ആണ്, അത് അൺകൗണ്ടബിൾ ആണ്. പക്ഷെ നമുക്ക് ഇതിനെ കൗണ്ടബിൾ ആക്കാൻ പറ്റും. എങ്ങനെയാണ്? ഇപ്പൊ നമുക്ക് പറയാണ് എ പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറഞ്ഞു. എ പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അത് എന്തായി? അൺകൗണ്ടബിൾ ആയി. മനസ്സിലായോ? A piece of advice. എന്തോ എ പീസ് എന്ന് പറയുമ്പോൾ ഒരു നമ്പർ ആണത് അല്ലെ. മനസ്സിലായോ? എ പീസ്. കുറച്ച് ഉപദേശങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. കുറച്ചോ ഒന്നോ രണ്ടോ ഉപദേശങ്ങൾ എന്നൊക്കെ പറയില്ലേ. അപ്പൊ അത് അങ്ങനെ പറയുമ്പോൾ അതെന്തായി? കൗണ്ടബിൾ ആയിട്ട് മാറും. മനസ്സിലായോ? അത് കൗണ്ടബിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാല് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഇപ്പൊ എടുത്ത പോർഷൻസ് എല്ലാം നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ ക്ലാസ് എടുത്തതും നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ അത് രണ്ടും ആകുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആകും. അപ്പൊ എങ്ങനെ നിങ്ങളോട് ആരും ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോ എപ്പോഴെങ്കിലും ഏതെങ്കിലും കുട്ടികളെ ട്യൂഷൻ എടുക്കേണ്ട അവസരം വന്നാലോ, ഇപ്പൊ ട്യൂഷൻ എടുക്കുന്നവരൊക്കെ ഉണ്ടാകാം. അപ്പൊ ഇംഗ്ലീഷ് അറിയില്ലെന്ന് പറയണ്ടല്ലോ, ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരമുണ്ട്, ആൻസർ പറയും. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോക്കണമുണ്ട്. ഞാനത് എടുത്തു പറയാൻ കാരണം ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്, ശരിയാണ്. അതെല്ലാ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ പഠിക്കുന്നത് മാത്രം പോരാ. നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ കൂടെ ഹാർഡ് വർക്ക് ചെയ്യണം, എഫേർട്ട് എടുക്കണം. എന്നാലും കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകും. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അറിവുകൾ അങ്ങനെയാണല്ലോ അല്ലെ. ഇതിപ്പോ ഞാൻ നിങ്ങളെ പഠിപ്പിക്കണമെന്നുകൊണ്ടാണ് ഇതൊക്കെ റെഫർ ചെയ്ത് ക്ലാസ് എടുക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് ഞാനിത് അറിഞ്ഞു തുടങ്ങിയത്. അല്ലാതെ ഇക്കാര്യങ്ങളൊന്നും നമ്മുടെ കോളേജിലോ സ്കൂളിലോ ഒന്നും പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, പഠിപ്പിക്കുന്നുണ്ടോ? എന്നെ ഇതുവരെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഏകദേശം നമ്മുടെ ഏകദേശം എല്ലാ സിലബസ് ഒക്കെ സെയിം തന്നെയാണ്. ഏജും സെയിം ആണ്, സിലബസ് ഓക്കെയാണ്. സോ ഇതൊന്നും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ഇത് നിങ്ങളെ പഠിപ്പിക്കണോണ്ട് ഞാൻ പഠിച്ചു. അതുപോലെയാണ് ഇപ്പൊ ഞാൻ നിങ്ങൾ പഠിപ്പിച്ചു. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടേതായ രീതികളൊന്ന് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലാസ് ഓക്കെ ആണോ? ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സിലും ചോദിക്കുന്ന ചോദ്യമാണ്, ഓക്കെ ആണോ? ബോറടിച്ചോ? കാരണം പൊതുവെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാവർക്കും ബോറിംഗ് ആണ്. അതുകൊണ്ടാണ് കേട്ടോ ഇടക്കിടക്ക് ഞാൻ ചോദിക്കുന്നത് ബോറടിക്കുന്നുണ്ടോ, ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കാൻ കാരണം. കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും അങ്ങനെ ബോറൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഓപ്പണായിട്ട് തന്നെ പറയാട്ടോ. ഓക്കെ, ഇല്ല മാമിന്റെ വോയിസ് ബോറടിക്കുന്ന വോയിസ് അല്ല. ഓക്കെ, അപ്പൊ നന്നായിട്ടൊക്കെ നോക്കാം, റെഫർ ചെയ്യാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്ത് ഡൗട്ട് ആണെങ്കിലും ചോദിക്കാം. ഏറ്റവും നല്ലത് ഡൗട്ട്സ് ചോദിക്കുന്നേക്കാൾ നല്ലത് നിങ്ങൾ തന്നെ സ്വയം ക്ലിയർ ചെയ്യാൻ നോക്കാം. അങ്ങനെയേ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുള്ളൂ കേട്ടോ. ഡൗട്ട്സ് വരണം നമ്മൾക്ക്. ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ്, എന്തിനെ കുറിച്ചാണ് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ നോളജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റൂ. അത് ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്താൽ മാത്രമേ പറ്റൂ കേട്ടോ. അപ്പൊ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും സ്വയം അത് ക്ലിയർ ചെയ്യാൻ നോക്കുക, അത് പഠിക്കാം. ഓക്കെ, yeah, so let's wind up today's class. Okay, so thank you all. Thank you ma'am. Class. Thank you ma'am. Thank you ma'am. Thank you, ma'am.